ഞാൻ കുറച്ചു മുന്നേ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോമോ കണ്ടു. സീരിയൽ പ്രോമോയാണ്. ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പേജിൽ യൂട്യൂബിലൊക്കെ വന്ന പ്രോമോ. ഞാനത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസിലെ അനീഷയുടെ അതിൻ്റെ അകത്ത് ഇവരെന്തിനാണ് അനീഷിനെ ഈ സീരിയൽ പ്രോമോയിൽ കൊണ്ടുവന്നിട്ടതെന്ന് ഞാൻ ആലോചിച്ചു. അത് മാത്രമല്ല, ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള അനുമോൾ ഉള്ളപ്പോഴത്തേക്കും എന്തിനാണ് ഈ ഒരു പ്രോമോയിൽ അനീഷിനെ കൊണ്ടുവന്നത്? ശരിക്കും പറഞ്ഞാൽ കാരണം എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ വിജയിച്ചിരിക്കുന്നത് അനുമോളാണ്. ഫസ്റ്റ് പ്ലേസ് കിട്ടിയിരിക്കുന്ന അനുമോളാണ്. അനീഷിന് സെക്കൻഡ് പ്ലേസ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഏഷ്യാനെറ്റുകാർ ചെയ്യുന്ന പരിപാടി എല്ലാത്തിലും അനീഷിനെ കുത്തിക്കയറ്റുന്നത്. അനുമോൾ എവിടെയാണ്? അനുമോളല്ലേ കപ്പ് നേടിയത്. അപ്പൊ അനുമോളല്ലേ ഇതിനെ കൊണ്ടുവന്ന് കിട്ടിയാണ്. പ്രത്യേകിച്ച് സീരിയൽ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് കളിച്ച അനുമോള്, സീരിയൽ ഓഡിയൻസിന് വേണ്ടി അവിടെ എല്ലാ രീതിയിലുമുള്ള കളികൾ കളിച്ച അനുമോള്, സീരിയൽ ഓഡിയൻസിന്റെ കൂടി വോട്ട് നേടിയ അനുമോള്. എന്നിട്ട് അനുമോളെ കൊണ്ടുവരാതെ അനീഷിനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു പ്രൊമോഷൻ ചെയ്തിരിക്കുന്നു, അതും സീരിയലിന് വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കെതിരെ ഏഷ്യാനെറ്റ് ചെയ്ത ഒരു വലിയ അനീതി അല്ലേടി? ഇത് അനുമോളെ കളിയാക്കുന്ന തരത്തിലായി പോയില്ലേടി? അല്ലെങ്കിൽ ഇത് അനുമോൾക്കെതിരെ ഏഷ്യാനെറ്റ് ചെയ്ത ഒരു തരം അന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേടി? ഇതിനെതിരെ അനുമോൾ ആർമി പ്രതികരിക്കണ്ടേടി? ഇതെന്ത് പരിപാടിയാണ് കാണിച്ചത്? പ്രത്യേകിച്ച് സീരിയൽ ഓഡിയൻസിന് വേണ്ടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അഹോരാത്രം കിടന്ന് പണിപെട്ട് ഇജാതി കാര്യങ്ങളെല്ലാം കരഞ്ഞ് മെഴുകി ഓരോന്ന് ചെയ്ത അനുമോളെ കൊണ്ടുവന്ന് ഇതുപോലുള്ള പ്രൊമോയിൽ പങ്കെടുപ്പിക്കാതെ, അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകാതെ രണ്ടാം സ്ഥാനം കിട്ടിയ അനീഷിനെ കൊണ്ടുവന്ന് പ്രൊമോ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്, ഇതിനപ്പുറം ഒരു തോന്നിവാസം വേറെ എന്തുണ്ടടി അനുമോൾക്കെതിരെ? എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏഷ്യാനെറ്റ് കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി. കാരണം അനുമോളോട് ഏഷ്യാനെറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അല്ലെങ്കിൽ വിന്നറായിട്ടുള്ള അനുമോളെ കൊണ്ടുവരേണ്ടതിന് പകരം, ഇതുപോലുള്ള പ്രോമോയിൽ പങ്കെടുപ്പിക്കേണ്ടതിന് പകരം അനീഷിനെയാണ് ഏഷ്യാനെറ്റ് കൂടുതലും ബൂസ്റ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഐഡിയ സ്റ്റാർസിൽ അനുമോൾ വന്നിരുന്നു. ഐഡിയ സ്റ്റാർസിൽ വന്നിട്ട് എനിക്ക് തോന്നിയത് അനുമോളെ ആക്കി വിട്ട മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുമാതിരി ഊളെ കുറെ ടാസ്കും കൊടുത്ത് ഈ ബണ്ണ് നീറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വിന്നറെ കൊണ്ടുവന്നിട്ട് ഇമാതിരി കളിയാക്കൽ ടാസ്ക് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരുമാതിരി ചളമാക്കിയ തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അനുമോൾ അതിൻ്റെ അകത്ത് നടത്തിയത്. അത് ഏഷ്യാനെറ്റ് കൊടുത്തൊരു 8ന്റെ പണിയാണെന്നാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത്. അതിനെതിരെ കുറേയധികം ട്രോളുകളും ഏറി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അനുമോൾ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതും ഒരു സീരിയൽ പ്രൊമോയിൽ അനീഷിനെ കൊണ്ടുവന്നിരിക്കുന്നു ആദ്യമായിട്ട്. അവർക്ക് അനുമോളെ കൊണ്ടുവരാം. അനുമോൾ വിന്നറാണ്. പ്രത്യേകിച്ച് സീരിയൽ കാര്യങ്ങളും സീരിയൽ ഓഡിയൻസിന്റെ പൾസും എല്ലാം അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനുമോളെ ഒഴിവാക്കിക്കൊണ്ട് ആദ്യം ഈ ഒരു പ്രൊമോയിൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് റിലീസ് ചെയ്ത പുതിയ സീരിയലിന്റെ പ്രൊമോയ്ക്ക് അനീഷിനെ കൊണ്ടുവന്നടേ. ഇത് എന്ത് പരിപാടിയാണ് ഏഷ്യാനെറ്റ് കാണിക്കുന്നത്? അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി കൂടി ഏഷ്യാനെറ്റ് അനുമോള് വിജയിച്ചതിൽ ഒട്ടും താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇമാതിരി ചെയ്തൊക്കെ ചെയ്യുമോ ഏഷ്യാനെറ്റ്? ഇതിന് ശരിക്കും പറഞ്ഞാൽ അനുമോൾ ആർമി നല്ല രീതിക്ക് പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ് അനുമോൾക്കെതിരെ ഏഷ്യാനെറ്റ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വിന്നറായിട്ടുള്ള അനുമോളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അനീഷിനെ പൊക്കിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അനീഷിനെ പൊക്കിക്കാണിക്കുന്നു. ഇതൊക്കെ എന്ത് തരത്തിലുള്ള അനീതിയാണ്? അപ്പൊ അനുമോൾ കിട്ടിയിരിക്കുന്ന കപ്പ് അർഹിക്കാത്ത കപ്പാണ് എന്ന് ഏഷ്യാനെറ്റ് തന്നെ അങ്ങ് വിധി എഴുതുകയാണ്. അല്ലെങ്കിൽ പിന്നെ വിന്നറിനെ കൊണ്ടുവന്ന് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ വിന്നറെ തഴഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാം സ്ഥാനം കിട്ടിയ വ്യക്തിയെ കൊണ്ടുവന്ന് ഇജാതി പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നടത്തുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിന് താല്പര്യമുള്ളത് അനീഷിനോടാണ്. അനുമോളോട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. അനുമോൾ ജയിച്ചതിലും ഏഷ്യാനെറ്റിന് വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പ്രോമോ ഇറക്കിയപ്പോഴത്തേക്ക് പോലും അനീഷ്, ഷാനവാസ് ഇവർ രണ്ടുപേരുടെയും പ്രോമോസ് ആയിരുന്നു കൂടുതലും ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പേജസിൽ കംപ്ലീറ്റ് ഇറക്കിയെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും മാറ്റി നിർത്തിക്കൊണ്ട്, വിന്നറായിട്ടുള്ള അനുമോളെയും മാറ്റി നിർത്തിക്കൊണ്ട് അനീഷിനെ കൊണ്ടുവന്ന് അതും ഒരു സീരിയൽ പ്രൊമോ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ അനുമോൾ ആർമി എങ്ങനെ സഹിക്കും? ഇതൊക്കെ അനുമോൾ അറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? പ്രത്യേകിച്ച് സീരിയൽ ഓഡിയൻസിന്റെ പൾസ് അറിയുന്ന ആ അനുമോളെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇജാതി ചതി ഇപ്പോൾ അനുമോളോട് ചെയ്തിരിക്കുന്നത്. അതും അനീഷിനെ കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യിപ്പിച്ചുകൊണ്ട്. എന്തായാലും കൊള്ളാടെ, നൈസ് പരിപാടി തന്നെയാണ്. എന്നാലും നമ്മുടെ അനുമോളോട് ഈ ചതി പാടില്ലായിരുന്നു ഏഷ്യാനെറ്റ്. എനിക്ക് അത്രേ പറയുള്ളൂ.